പ്രതിഷേധമിരമ്പട്ടെ. ഞങ്ങള് നൽകിയ വോട്ടും വാങ്ങി, ഞങ്ങള് നൽകിയ വോട്ടും വാങ്ങി. പാറക്കാരി മുതലാളിക്ക്, പാറക്കാരി മുതലാളിക്ക് നാലണ വാങ്ങി നാടിനെ വിറ്റ, നാലണ വാങ്ങി നാടിനെ വിറ്റ പഞ്ചായത്തിന് അധികാരികള്, പഞ്ചായത്തിന് അധികാരികള്, ഒരിടത്തെ മെമ്പർമാര്, ഒരിടത്തെ മെമ്പർമാര്, നിങ്ങളെയെല്ലാം നമ്മൾക്കറിയാം, നിങ്ങളെയെല്ലാം നമ്മൾക്കറിയാം. നിങ്ങൾക്കെതിരാണ് ഈ സമരം, ലക്ഷങ്ങൾ ലക്ഷങ്ങൾ വാങ്ങിയിട്ട് ഒരിടത്തെ നാട്ടുകാര്, അണ്ണൻപാറയിൽ വേണ്ടേ വേണ്ട, പാറക്കോറുകൾ വേണ്ടേ വേണ്ട, പാറക്കോറുകൾ വേണ്ടേ വേണ്ട. നാട്ടുകാരെ ഒറ്റുകൊടുത്ത മെമ്പർമാരെ, ഒറ്റുകൊടുത്ത മെമ്പർമാരെ, നിങ്ങൾക്കെതിരാണ് ഈ സമരം. പൗരസമിതി സിന്ദാബാദ്, പ്രതിഷേധ സിന്ദാബാദ്, ഗുലാബ് സിന്ദാബാദ്, ഗുലാബ് സിന്ദാബാദ്, പ്രതിഷേധ സിന്ദാബാദ്. ജനിച്ച മണ്ണിൽ ജീവിക്കാൻ, ജനിച്ച മണ്ണിൽ ജീവിക്കാൻ, ജനിച്ച മണ്ണിൽ ജീവിക്കാൻ, ജനിച്ച മണ്ണിൽ ജീവിക്കാൻ. സമാധാന സമര കേരള ദിവസം പിറന്ന നാടിനെ ഒറ്റിപ്പെടുത്താം, പിറന്ന നാടിനെ ഒറ്റിപ്പെടുത്താം. പഞ്ചായത്തിന് വാപ്പില്ല, പഞ്ചായത്തിന് വാപ്പില്ല. അഴിമതിയാണ്, 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 അഴിമതിയാണ്. പഞ്ചായത്ത് മൊത്തം അഴിമതിയാണ്, അഴിമതിയാണ്. ഒരിടത്തെ മെമ്പർമാരെ, നിങ്ങളെയെല്ലാം നമ്മൾക്കറിയാം, നിങ്ങളെയെല്ലാം നമ്മൾക്കറിയാം. പ്രശ്നം ഉണ്ടാക്കരുതെന്നാണ്. ഞങ്ങൾ ഒരിക്കലും അവരുടെ പദ്ധതി പ്രദേശത്ത് കയറില്ല. പക്ഷെ ഈ കോറിക്ക് 8 മീറ്റർ വീതി ഉണ്ടോ എന്ന് ഈ പഞ്ചായത്ത് അധികാരികളോ റവന്യൂ ഡിപ്പാർട്ട്മെന്റോ തയ്യാറായില്ലെങ്കിൽ ബഹുമാനപ്പെട്ട SHO നേതൃത്വത്തിലൂടെ ഒന്ന് പരിശോധിക്കണം. അതിന് ആ 8 മീറ്റർ വേണമെന്നുള്ള റെക്കോർഡ് ഞങ്ങൾ തരാൻ തയ്യാറാണ്. അപ്പോൾ അതിന് ലംഘിച്ചുകൊണ്ട് ഇനി കോറി പാറ കടത്താൻ ശ്രമിക്കുകയാണെങ്കിൽ പൊതുവഴിയും ഞങ്ങൾ തടയുന്ന ഉൾപ്പെടെയുള്ള സമര പരിപാടികളിലേക്ക് ഞങ്ങൾ മുന്നോട്ട് പോകും. അപ്പോൾ ഞങ്ങളുടെ പേരിൽ ജീവിക്കാനുള്ള നിങ്ങളുടെ അവകാശം നിഷേധിക്കരുത്, ഞങ്ങളുടെ പേരിൽ കള്ളെടുപ്പ് കേസ് എടുക്കരുതെന്ന് മാത്രമാണ് ബഹുമാനപ്പെട്ട പോലീസ് അധികാരിയോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞങ്ങളുടെ നാട്ടില് കല്ലടത്തണ്ണിയിൽ ഈ ഗ്രാനൈറ്റ്, ഈ ചാപ്രായിൽ ഗ്രാനൈറ്റ് വന്നാൽ ഉള്ള ഒരു വിഷയമുണ്ട്. ചാപ്രായിൽ ഗ്രാനൈറ്റ്സ് ലിമിറ്റഡ് എന്നാണ് അതിന്റെ പേര്. അതെ, ഈ കല്ലടത്തണ്ണിയിൽ നിന്ന് നോക്കി എന്റെ വീട്ടിൽ നിന്ന് നോക്കിയാൽ ഒരു വലിയ ചരിഞ്ഞ പാറ കാണും. ആ പാറ ഖനനം ചെയ്താൽ പോകുന്ന നിരവധി വീടുകളുണ്ട്, ഒരു 10-20 വീടുണ്ട്, എല്ലാം പുതിയ വീടുകളാണ്. ഒരു ഉദ്യോഗസ്ഥനോട് താമസമുണ്ട്, അദ്ദേഹത്തിന്റെ വീട് പോകും. അദ്ദേഹത്തിന്റെ മൊത്തം സമ്പാദ്യം ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ച വീടാണ്. അദ്ദേഹം ആശങ്കപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഒരു കത്ത് കൊടുത്തു. അതിലെഴുതിയത് എങ്ങനെയാണ്? ചാപ്രായിൽ ബിൽഡിംഗ് സ്റ്റോൺ ക്വാറി എന്നായിപ്പോയി. ഇതെങ്ങനെ ഇതിനു വേണ്ടി അനുവാദത്തിന് വേണ്ടി പഞ്ചായത്ത് കമ്മിറ്റിക്ക് കത്ത് തന്നിട്ടുണ്ടോ, ആപ്ലിക്കേഷൻ തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം, ഞങ്ങളൊക്കെ ഈ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്നത്, ഞങ്ങൾക്കൊന്നും ഈ കോറി മാഫിയായിട്ട് ബന്ധമില്ല, അതിന്റെ ടെക്നിക്കൽ ടൈം നമുക്ക് അറിയില്ല, ഞങ്ങൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോഴേ വിചിത്രമായ മറുപടി കൊടുത്തത്, ചാപ്രായിൽ ബിൽഡിംഗ് സ്റ്റോൺ ക്വാറി എന്ന ഒരു ആപ്ലിക്കേഷൻ ഇവിടെ കിട്ടിയിട്ടില്ല എന്ന വിചിത്രമായ മറുപടിയാണ് ഈ സെക്രട്ടറി. ജനങ്ങൾ അവഹേളിക്കുകയാണ് അദ്ദേഹം. അതിന്റെ യഥാർത്ഥ പേരെന്താണ്? ചാപ്രായിൽ ഗ്രാനൈറ്റ്സ് ലിമിറ്റഡ്. അത് ആ പാവപ്പെട്ടവർ അറിഞ്ഞൂടാ, അയാൾ ഉദ്യോഗസ്ഥനാണ്. അപ്പൊ കൊടുത്ത മറുപടി ഇതാണ്. അപ്പൊ ഇങ്ങനെ പണം വാങ്ങിക്കൊണ്ട് എന്തും ആകാമെന്നുള്ള ആ പരിപാടി അവസാനിപ്പിക്കണം. നിങ്ങൾ കൊടുത്ത ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്, ജനങ്ങളുടെ ക്ഷേമത്തിന്, ജനങ്ങളുടെ സമാധാന ജീവിതത്തിന് ഭംഗം വരികയാണെങ്കിൽ, പരിസ്ഥിതിക്ക് കോട്ടം വരികയാണെങ്കിൽ ഈ കോറി ലൈസൻസ് റദ്ദ് ചെയ്യാൻ അനുവാദം പഞ്ചായത്ത് കമ്മിറ്റിക്കൊണ്ട് അതിന് കൊടുത്തിട്ടുണ്ട്, അവസാനം കൊടുത്തിട്ടുണ്ട്. ഈ റൂൾ വെച്ചുകൊണ്ട് ഈ കൊടുത്ത ലൈസൻസ് നിങ്ങൾ റദ്ദ് ചെയ്യണം.
ജീവിക്കാനുള്ള ഞങ്ങളുടെ അവകാശത്തെ നിഷേധിക്കരുത്. ഇതൊരു ചെറിയ സമരമല്ല, ഇത് ഞങ്ങളുടെ പ്രതിനിധികൾ മാത്രമാണ് 3 ദിവസം കൊണ്ട് സംഘടിപ്പിച്ചതാണ്. നിരവധി ആൾക്കാർ സംഘടിച്ചുകൊണ്ട് ബഹുജന പ്രക്ഷോഭം ഞങ്ങൾ ശക്തിപ്പെടുത്തും. അത് എല്ലാവർക്കും, അത് നമ്മുടെ നാടിന്റെ, നമ്മുടെ പഞ്ചായത്തിന്റെ സമാധാന അന്തരീക്ഷത്തിന് ഭംഗം വരുമെന്നുള്ള കാര്യം ഞാൻ സംശയമില്ല. അപ്പോൾ ഞങ്ങളുടെ ഒറ്റപ്പെട്ട സമരമായി മാത്രം ഇത് കാണരുതെന്ന് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് അധികാരികളോട് അഭ്യർത്ഥിക്കാൻ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട്, ഇനി വരുന്ന കോറിക്ക് ഇന്ന് CSR ഫണ്ട് ഇന്ന് വിനിയോഗിക്കുകയാണ്. അത് ആ തൽക്കാലം അത് മരവിപ്പിക്കണം, അതിനെക്കുറിച്ച് വ്യക്തമായി പഠിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങളെ ഈ പ്രകൃതിക്ക് ദോഷം വരുന്ന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ, പ്രകൃതിയെ നശിപ്പിക്കുമ്പോൾ അതിനെ ബദലായി ദൈവ കോപിക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കാം കുറെ പണം ഈ കോരിമാക്കി കൊടുക്കും. അതാണ് ഈ CSR ഫണ്ട് എന്ന് പറയുന്നത്. അക്രമമാണ്. നിങ്ങളെ വിശ്വസിക്കുന്ന ജനങ്ങളോട് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രവർത്തകരുണ്ട്. ഒരു കക്ഷി രാഷ്ട്രീയത്തിനെയും അതിരില്ല. ആ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും മതസംഘടനകളുടെയും സാംസ്കാരിക സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും എല്ലാ ആളുകളും ഒരുമിച്ച് നിൽക്കുക. ഇതിൽ ഞങ്ങളെ ഭിന്നിപ്പിക്കാൻ നോക്കണ്ട. ഒരു കോറി മുതലാളി വിചാരിച്ചാലും പോരേടത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അതിനിടയിൽ രാഷ്ട്രീയത്തിന്റെയോ മതത്തിന്റെയോ അതിർവരമ്പുകൾ കൊണ്ടുവന്ന് നിങ്ങൾക്ക് അതിനിടയിലൂടെ കോറി നടത്താമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ ജന്മനാടിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഏതറ്റം വരെയുള്ള ജനാധിപത്യ പോരാട്ടത്തിന് ഞങ്ങൾ തയ്യാറാകുമെന്ന് സമരപരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്ന ഈ കൊച്ചു ഗ്രാമത്തിന്റെ പോരേടം, കണ്ണമ്പാറ തുടങ്ങിയ സ്ഥലങ്ങളിലെ ബഹുമാന്യരായ നാട്ടുകാർ, ഇതൊരു ജനകീയ സമരം കൊണ്ട് മാത്രം നമുക്ക് മുന്നേറാം എന്ന് ഞങ്ങൾ ധരിക്കുന്നില്ല എന്ന് ധരിച്ചു കളയും. ചടയമംഗലത്തുണ്ടായിട്ടുള്ള ചില വിഷയങ്ങളിൽ ഞങ്ങൾ ജനകീയ സമരം നടത്തിയിട്ടുണ്ട്. അതിൽ 100% വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. സർക്കാർ തോറ്റോടി പോകേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ ചെറിയ വെളുന്നല്ലൂരിൽ കോറി മാഫിയക്കെതിരെ സമരപരിപാടികൾ സംഘടിപ്പിച്ചു. അവിടെ നമ്മളെ ധർണ ഏകദേശം 1 വർഷത്തോടെ പുറത്ത് അവിടെ ധർണാ സമരം നടത്തി, അവിടെ നിരാഹാര സമരം നടത്തി. ആ സമരവും വിജയിച്ചിട്ടുണ്ട്. എനിക്ക് വളരെ പ്രധാനമായും ഈ ഗ്രാമപഞ്ചായത്തിലെ ഭരണാധികാരികളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ജനങ്ങൾ തന്നിട്ടുള്ള മാൻഡേറ്റ്, ആ മാൻഡേറ്റ് എന്ന് പറയുന്നത് ജനങ്ങളെ കൊല്ലുവാൻ വേണ്ടി ഉള്ളതല്ല. അങ്ങനെ ധരിച്ചു കളയരുത്. അങ്ങനെ ഒരു കാരണവശാലും ധരിച്ചു കളയരുത്. നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം. ഞങ്ങളുടെ വോട്ട് വാങ്ങി വിജയിച്ചിട്ട് ഞങ്ങളെ ഈ തലമുറയെ മാത്രമല്ല വരുന്ന തലമുറകളെ മൊത്തം നശിപ്പിക്കാമെന്നാണ് നിങ്ങൾ ധരിച്ചിട്ടുള്ളതെങ്കിൽ എന്തായാലും ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾ ധരിക്കരുത്. ഏതുവിധ സമരപരിപാടികളിലും മുൻപിൽ തന്നെ നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു പാറക്കോറി, ഒന്നോ അധികമോ പാറക്കോറി ഉണ്ടായാൽ ഈ നാടിന് എന്ത് വികസനമാണ് ഉണ്ടാകുന്നത്? ജനങ്ങളുടെ ദുരിതമല്ലാതെ. നാളെ നിങ്ങൾക്ക് ഇറങ്ങണ്ടേ വോട്ട് ചോദിച്ചോണ്ട് ഈ ജനത്തിന്റെ മുമ്പിൽ? നിങ്ങൾക്ക് ഇറങ്ങാൻ കഴിയുമോ? നിങ്ങളെ ഓടിച്ചിട്ട് തല്ലും ഇവിടുത്തെ ജനങ്ങൾ. അത് ഓർത്തോളണം. ഈ നാറ്റ് കോറിയുമായി ഞങ്ങളുടെ വീട് ഏകദേശം 50 അടി ദൂരത്തോടെ ഉള്ളൂ. വെളുപ്പിന് 5 മണിക്ക് അവർ തുടങ്ങും. കോറസുകൾ 10-16 എണ്ണം ഒന്നിച്ച് കയറി വരുന്ന സ്ഥലമാണ്. വെളുപ്പിന് 5 മണിക്ക്. എനിക്ക് 9 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞ് വെളുപ്പിന് 5 മണിക്ക് എണീറ്റിരുന്ന്, എന്തുവാ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, എന്തുവായി നടക്കുന്നതെന്ന് ചോദിച്ചിട്ട് കുഞ്ഞ് പേടിയാണ്. വെളുപ്പിന് 5 മുതല് ഈ പാറക്കോരി കൊണ്ട് ഞങ്ങൾ രാത്രി 8:30 വരെ അവിടെ പണിയുമാണ്. രാത്രി ഇതിനോട് ഏറ്റവും അടുത്താണ്. 8:30 വരെ ഞങ്ങൾ പണിയുമാണ് അവരുടെ അകത്ത്. ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞ്, ഒരു ദിവസം ഞങ്ങൾ 6:30 ഞങ്ങൾ കുറെ പേരവിടെ പറഞ്ഞ് മണി 6:30 ആയി, ഇനിയെങ്കിലും ഇത് നിർത്താൻ പറഞ്ഞു. അവസാനം ഞങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ അവിടെ നിർത്തി. പിന്നെ ഈ 8:30 വരെ 9 മണി വരെ 10 മണി വരെ എപ്പോഴാ നിൽക്കാന്നറിയത്തില്ല. അവരെങ്ങും പൊട്ടിക്കുക. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുഞ്ഞും കൂടെ ഉണ്ട് എനിക്ക്. ആ കുഞ്ഞ് പഠിക്കാൻ സമയമില്ല. രാവിലെ സ്കൂളിൽ പോയിട്ട് വന്ന് ട്യൂഷന് പോയിട്ടും ഒക്കെ വന്നിട്ട് വീട്ടിൽ ഇരുന്ന് പുസ്തകം എടുത്ത് വായിക്കാൻ നേരത്ത് കോറിയുടെ ബഹളമാണ് അവിടെ. അവരോട് നമ്മൾ ചില അഭ്യർത്ഥനകൾ നടത്തുകയാണ്. ഈ അഭ്യർത്ഥന ഞങ്ങളുടെ ഒരു ദൗർബല്യത്തിന്റെ ഭാഷയല്ല എന്ന് ബഹുമാനപ്പെട്ട അധികാരികളെ ഉണർത്താൻ വേണ്ടി ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ്. ഈ കൊല്ലം ജില്ലയിൽ ഇതിൽ കുടികെട്ടിയ വലിയ മാന്യന്മാർ
വലിയ പദ്ധതികളുമായി വന്ന് ഒരുപാട് ഇതുപോലുള്ള കള്ളത്തരങ്ങളും ഏർപ്പാടും ഒക്കെ ചെയ്തു. ജനങ്ങളെ വിഭജിക്കാൻ നോക്കി, ജനങ്ങൾക്കിടയിൽ പണവിതരണം നടത്തി, ഇതിൽ നിന്ന് ചില ഒറ്റുകാരെയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് അവർക്ക് കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ സമരസമിതിയിൽ പോലും നിലനിർത്തിക്കൊണ്ട് നടത്തിയ ഒരുപാട് പരിപാടികൾ ഈ സമൂഹത്തിൽ നടന്നിരുന്നു. ആ സമരങ്ങളെല്ലാം വെളിച്ചക്കാലയിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായി. അടുത്ത സമയത്തായി ചടയമംഗലം നിയോജകമണ്ഡലം ആയി പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടന പുതിയതായി രൂപം കൊണ്ടിട്ടുണ്ട്. അതിന്റെ പേരാണ് ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻ എന്നാണ്. അതിന്റെ പ്രസിഡന്റായിട്ടാണ് എന്നെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങൾക്കും ഇതിന്റെ ആവശ്യമില്ലാതെ നടത്തിവരുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും അതിന്റെ പിന്നിൽ നിന്നും പ്രവർത്തിക്കുന്നതിന് എന്റെയും ഞങ്ങളുടെ സംഘടനയുടെയും പിന്തുണ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ട് നമ്മുടെ നാടിന്റെ സുരക്ഷിതാവസ്ഥ ഇല്ലാതാക്കിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് പാറക്കോറിക്ക് അനുമതി നൽകിയിരിക്കുകയാണ്. നമുക്കറിയാം, സാധാരണ ഗ്രാമപഞ്ചായത്ത് അനുമതി നൽകാറില്ല. ജനങ്ങൾ തിങ്ങി വസിക്കുന്ന പ്രദേശത്ത് പാറക്കോറിക്ക് അനുമതി കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ തെറ്റായ ഒരു പ്രവണതയാണ്. പാറക്കോറിക്ക് അനുമതി കൊടുക്കാം, ജനവാസ പ്രദേശമല്ലെങ്കിൽ. ഇത് ജനവാസ പ്രദേശമായ കണ്ണപ്പാറ പ്രദേശം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങൾ നിവസിക്കുന്ന പ്രദേശമാണ്. ഈ പ്രദേശത്ത് ഗ്രാമപഞ്ചായത്ത് അനുമതി കൊടുത്തത് ഏറ്റവും വലിയ തെറ്റായ ഒരു പ്രവണതയാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലക്ഷ്യങ്ങളെ കുറിച്ച് ഇവിടെ ഉദ്ഘാടകനും മറ്റുള്ളവരുമെല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഒന്ന്, ഈ നാറ്റ് ഇൻഡസ്ട്രീസ് എന്ന ഈ പാറക്കോറിക്ക് ലൈസൻസ് കൊടുക്കാനുണ്ടായ സാഹചര്യവും ആ കമ്മിറ്റിയിൽ നടന്ന കാര്യങ്ങളും ആദ്യമായിട്ട് പറയേണ്ടതുണ്ട്. ഈ അജണ്ട 2 ദിവസം മുമ്പ് ഓരോ പഞ്ചായത്ത് കമ്മിറ്റിയുടെയും അജണ്ട നമുക്ക് കിട്ടുമെങ്കിലും അതിൽ പറഞ്ഞിരുന്നത് നാറ്റ് ഇൻഡസ്ട്രീസ് എന്ന വ്യാവസായിക സ്ഥാപനത്തിന് അനുമതിക്ക് എന്ന് മാത്രമാണ്. അത് പാറക്കോറി എന്നുള്ളൊരു വാക്ക് പോലും അതിനകത്തുണ്ടായിരുന്നില്ല. പഞ്ചായത്ത് കമ്മിറ്റിയിലെ ആ വിഷയത്തിന്റെ വിശദീകരണം എന്നുള്ള രീതിയിൽ സെക്രട്ടറി നൽകിയ വിശദീകരണത്തിലാണ് ഇതൊരു പാറക്കോറിയാണ് എന്നുള്ളത് നമുക്ക് ആ പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്നപ്പോൾ മനസ്സിലായത്. അപ്പോൾ തന്നെ നമ്മുടെ നാടിനെ മുച്ചൂടും നശിപ്പിക്കാൻ സാധ്യതയുള്ള നമ്മുടെ കുടിവെള്ള ക്ഷാമം, അസുഖങ്ങൾ, അതുപോലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുള്ള ഈ ക്വാറിക്കെതിരെ നഖശിഖാന്തം എതിർക്കുകയും ഈ അനുമതി കൊടുക്കുന്ന കാര്യം ചെയ്ത നമ്മുടെ അധ്യക്ഷൻ ശ്രീ റംജി സാർ, നമ്മുടെ ഈ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത ശ്രീ ഷിബിക് സാർ, മറ്റ് ഇവിടെ സംസാരിച്ച